തിരുവനന്തപുരത്ത് നഗരത്തിന് സമീപമുള്ള മണ്ണന്തല അമ്പഴംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് വൃദ്ധനെ സഹോദരിയുടെ മകൻ അടിച്ചു കൊന്നു എന്ന വാർത്തയെത്തുകയാണ്. പുതുച്ചേരിയിൽ പുത്തൻവീട്ടിൽ സുധാകരനെയാണ് സഹോദരിയുടെ മകൻ രാജേഷ് അടിച്ചു കൊന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തന്നെയാണ് ചേരുക. ഷീജ, ഇതെന്താണ് സംഭവിച്ചത്? കൊലപാതക കാരണം എന്താണ്? ഷീജയുടെ ഫോൺ കട്ടായി. ഏതായാലും ദാരുണമായൊരു സംഭവമാണ്. സഹോദരിയുടെ മകൻ വൃദ്ധനെ അടിച്ചു കൊന്നിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തുന്നത്. പുതുച്ചേരിയിൽ പുത്തൻവീട്ടിൽ സുധാകരനെയാണ് സഹോദരിയുടെ മകൻ രാജേഷ് അടിച്ചു കൊന്നത്. ഇന്ന് രാവിലെ 5 മണിയോട് കൂടിയാണ് സംഭവം. മദ്യലഹരിയിലായിരുന്നു രാജേഷ്. സുധാകരനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് മറ്റ് നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണന്തല എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന MC റോഡിലൂടെ വരുമ്പോൾ നഗരം തുടങ്ങുന്ന ഒരിടം കൂടിയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധാകരന്റെ സഹോദരിയുടെ മകൻ രാജേഷാണ് ഈ കൊലപാതകി. മദ്യലഹരിയിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അത് കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്തുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷീജയുണ്ട്. ഷീജ, പുലർച്ചെ 5 മണിയോട് കൂടിയാണ് കൊലപാതകം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മദ്യലഹരിയിലെ വാക്കുതർക്കമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതോ ഇതിനു മുൻപ് എന്തെങ്കിലും കാരണങ്ങളോ വഴക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഏതായാലും നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോലീസ് നൽകുന്ന വിവരമെന്ന് പറയുന്നത്, മദ്യലഹരിയിലായിരുന്ന രാജേഷ് അമ്മാവനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഈ വാക്കുതർക്കത്തെ തുടർന്നാണ് അത് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ സഹോദരി വിനോദിനി 5 ദിവസം മുൻപ് മരണപ്പെട്ടിരുന്നു. ഇതിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഇന്നലെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ഒരു മറ്റൊരു ദാരുണ സംഭവം കൂടി ഉണ്ടാകുന്നത്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ നിരവധി കേസുകളടക്കം ഈ രാജേഷിനെതിരെ ഉണ്ടായിരുന്നു. അതായത് പടക്കവേറ്, അതോ അടിപിടി കേസ്, അങ്ങനെയുള്ള കേസുകളൊക്കെ ഈ രാജേഷിനെതിരെ ഉള്ള ആളാണ്. രാജേഷ് ജയിൽ ശിക്ഷ അടക്കം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ രാജേഷിനെ മണ്ണന്തല പോലീസ് ഈ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.